അച്ഛന്മാര് ഇതുപോലെ ഇങ്ങനെ മുടിയൊക്കെ വളർത്തി ഫ്രീക്കായിട്ടൊക്കെ. ഇത് കാണുന്ന പ്രേക്ഷകരോട് അല്ല, ഞാൻ ഈ അരവണ തിന്നാൻ പ്രേരിപ്പിച്ചു, ജനങ്ങളെ വഴി തെറ്റിച്ചു ഉള്ള ഒരു അച്ഛനാണെന്നുള്ള വ്യാപക ചീത്തപ്പേര് എനിക്കുണ്ട്. ഞാൻ കൊറേ തരുവാറുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാര് ചെലപ്പോ ഫോൺ തന്നെ എടുത്ത് എറിയും. അത്ര മോശമാണ് പെർഫോമൻസ്. നമ്മളങ്ങോട്ട് തോറ്റു കൊടുത്താൽ അവിടെ തീരും. ഞാൻ എന്റെ എക്സ്പ്ലനേഷനും ഞാൻ പഠിച്ച തിയോളജിയും ഞാൻ പഠിച്ച ഫിലോസഫിയും കാര്യങ്ങളും എനിക്കറിയാവുന്ന ബൈബിളൊക്കെ പാടെ കുട്ടിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതിന്റെ പേരിൽ നമ്മളിവിടെ നിനക്ക് ഈ വിളിയോട് ഒരു ഇതില്ല എന്ന് പറയുന്ന അച്ഛന്മാരല്ല. അവർക്കറിയാം ഇവന് പക്വതയും അറിവും ഉള്ള അച്ഛനാണ്, അവരെ പോലെ തന്നെ പഠിച്ച് അച്ഛനായേക്കെന്താണ്, അവന്റെ ആധ്യാത്മിക ജീവിതമൊക്കെ എങ്ങനെ കൊണ്ടുപോകണം എന്ന് അവനറിയാം എന്ന് നമ്മളെ വിശ്വസിച്ച് ആണ് ഇവിടെ ഉള്ള എല്ലാവരും അതിനുള്ള സപ്പോർട്ട് തന്നിട്ടാണ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിലൊക്കെ ടോപ്പായിട്ട് നിൽക്കണവനെ ഇവനെങ്ങാനും മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ സിസ്റ്റേഴ്സ് ഒക്കെ എന്നെ വിളിക്കും, നിന്റെ കൂടെ നടന്നാണ് ഇവൻ അല്ലേടാ. എന്താ ആഗ്രഹം വലുതാവുമ്പോ? ഒരു പള്ളിയിൽ അച്ഛനാണ്. മാതാവേ നന്നായിട്ട് എനിക്ക് ലോഹയിലൊക്കെ വന്നുകൂടെ എന്നുള്ളൊരു മറുപടിക്ക് വേണ്ടിയാണോ ചോദിക്കണെന്ന് എനിക്ക് അല്ല 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 അവൻ സത്യം അച്ഛനാന്ന് അറിഞ്ഞോട്ടെ, ഒരു ബഹുമാനം കിട്ടിക്കോട്ടെ എന്നുദ്ദേശിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അച്ഛനത് മനസ്സിലാക്കാത്തതിന്റെ കുഴപ്പമില്ല. അവിടെ ഒരു രൂപ കൂടി ഫ്രീ ഉണ്ട്, നീ ഫ്രീ ആകുമ്പോ വായോട്ടായിട്ട്. അവൻ നല്ല കുട്ടിയാണ്, അവൻ നല്ല കുട്ടിയാണ്. ഹലോ, വെൽക്കം ടു സേവ് വിത്ത് എൽസ. ഇന്നത്തെ നമ്മളുടെ രണ്ട് ഗസ്റ്റുകളാണ് ഉള്ളത്. ഒരു ഗസ്റ്റ്, രണ്ട് ഗസ്റ്റാണ്. അതില് ഒരാള് ഒരു സാധാരണ പ്രീസ്റ്റ് അല്ല, സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി പ്രീസ്റ്റ് ആയ ഫാദർ മാർട്ടിൻ പീറ്ററും അദ്ദേഹത്തിന്റെ കൂടെയാണ് നമ്മുടെ കുഞ്ഞ് താരം ജുവലുമാണ്. അത്രയൊക്കെ വേണോടാ? നമ്മുടെ കുഴപ്പമില്ലെന്ന് പോന്നോട്ടെ. അപ്പൊ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അച്ഛാ, നിനക്ക് സ്വാഗതം. രണ്ടുപേരുടെയും വളരെ സരസമായിട്ടും ലളിതമായിട്ടും ഒക്കെ ചിരിയും ചിന്തയൊക്കെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന റീൽസുകളൊക്കെയാണ് അച്ഛനും കൊച്ചും കൂടെ ചെയ്യുന്നത്. അപ്പം ഒരു വൈദികൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വരിക എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ടല്ലോ, അത് എങ്ങനെയാ അച്ഛാ വന്നത്? ഞാനല്ല, ഇവനാണ് മെയിൻ, ഇവനാണ് താരം. അപ്പൊ ഞങ്ങളിങ്ങനെ റീൽസ് ചെയ്യണം അല്ലെങ്കിൽ ഷോർട്സ് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ച് അങ്ങനെ തുടങ്ങിയതല്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ സഭയിൽ നിന്ന് ഞാൻ ആയിരിക്കുന്നത് ഫ്രാൻസിസ്കൻ കൺവെൻച്വൽ സഭയിലാണ്, കരൂറ്റി അങ്കമാലിലാണ്. ഇത് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഹൗസ് ആണ്. നമ്മളിപ്പോ ഇരിക്കുന്ന കോമ്പൗണ്ട് നമ്മുടെ പ്രൊവിൻഷ്യൽ ഹൗസാ. അപ്പോ ഇവിടെ നിന്ന് എന്നെ പഠിക്കാൻ വിട്ടത്, സഭ എന്നെ മീഡിയ പഠിക്കാനാണ് വിട്ടത്. അപ്പൊ അതുകൊണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി സഭയിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടി. പിന്നീട് ഞാൻ കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിന്നു. അതിനിടയിലാണ് ഞാൻ ഇവനെ പരിചയപ്പെടണേ. അപ്പൊ ഇവന്റെ സ്കില്ല് കണ്ടപ്പോ എനിക്ക് തോന്നി ഇവനെ കൂടെ കൂട്ടിയാൽ രക്ഷപ്പെടാൻ വഴിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവനോട് പറഞ്ഞു. പിന്നെ ഇവന്റെ വീട്ടിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടാ, പപ്പയും മമ്മിയും ഇവന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പൊ പറഞ്ഞു കഴിഞ്ഞപ്പോ അവർക്കും ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ ഒരു ചെറിയ പ്രോഗ്രാം തുടങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് തുടങ്ങിയതാ. പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് ഇവന്റെ പെർഫോമൻസ് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ല, അച്ഛൻ എങ്ങനെയാണ് ഇവന് ഇങ്ങനെ പെർഫോം ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ ഇടവന്നത് എങ്ങനെയാ? ഞാനൊരു പഠിച്ചൊക്കെ കഴിഞ്ഞൊരു 4-5 മാസം കഴിഞ്ഞപ്പോ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങി. അതിനകത്തൊരു പയ്യന്റെ റോള് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ഷോർട്ട് ഫിലിമില് അഭിനയിച്ച നായകനായിട്ടൊരു ചേട്ടൻ ആണ് ഇവന്റെ പേര് സജസ്റ്റ് ചെയ്ത് ഇവനെ നമ്മുടെ ഷൂട്ടിങ്ങിലേക്ക് കൊണ്ടുവന്നേ. അന്ന് ഇവന് ഞാൻ അഭിനയിക്കാൻ വേണ്ടി ഒരു സീൻ കൊടുത്തു. ഇങ്ങനെ ഒരു കല്യാണ വീട്ടില് വരുന്ന ഒരു സീൻ, പെണ്ണ് കാണാൻ വരുന്ന ഒരു സീനാണ് കൊടുത്തത്. ഇവൻ അത് ഗംഭീരായിട്ട് കലക്കി കളഞ്ഞു, തകർത്ത് അഭിനയിച്ചു. അന്ന് കുറച്ചുകൂടി ഇത്രയും മണ്ണൊന്നും ഇല്ല, പയ്യൻ കുറച്ചുകൂടി പീക്കിരി വരെ ഇരിക്കുന്ന സാധനമായിരുന്നു. അതൊക്കെ എന്റെ വായന്ന് വേണ്ട വർത്താനം കാര്യങ്ങളൊക്കെ ഇട്ട് ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആ സമയത്തൊന്നും നമുക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്യില്ല കേട്ടോ. അത് ഇങ്ങനെ അവനും പോയി 1-2 ദിവസം ഷൂട്ടിങ് കഴിഞ്ഞ് പോയി. അല്ലടാ, 1 ദിവസം 2 ദിവസം കണ്ടുണ്ടായുള്ളൂ അല്ലെ? അത് കഴിഞ്ഞിട്ട് പോയി. കുറച്ചാള് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാനും വിളിക്കണേ, എടാ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയാലോ എന്ന് ചോദിച്ചു. ഇവന്റെ പപ്പേനെ വിളിച്ചു. അപ്പൊ ഭയങ്കര സപ്പോർട്ട്. ഇവനായാലും ഓക്കെയാണ്, റെഡിയാണ്. അങ്ങനെയാണ് നിങ്ങൾ രണ്ടാളും കൂടെ ഇത് തുടങ്ങിയത് അല്ലേ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? നമുക്ക് ജുവലിനെ പറ്റി അറിയണ്ടേ കൂടുതൽ വിശേഷങ്ങൾ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 5ാം ക്ലാസ്സിലാ? ഏത് സ്കൂളിലാ? സെന്റ് ജോസഫ് ഇവിടെ തന്നെയാ, അടുത്ത് തന്നെയാ. ഇഷ്ടമാണ് അഭിനയിക്കാൻ? അഭിനയത്തിലെ നമ്മളൊക്കെ കാണുമ്പോഴേ ഇവൻ ഭയങ്കര പക്വതയല്ലേ. ഞാൻ ശരിക്കും വിചാരിച്ചത് ഈ അച്ഛനെ ഇവനാണ് നയിച്ചുകൊണ്ട് നടക്കുന്നത് എന്നുള്ളതായിരുന്നു. പക്ഷെ ഇവൻ നേരിട്ട് അങ്ങനെ സംസാരിക്കൂല അല്ലേ ജോലെ? എന്താ ക്യാമറയിൽ മാത്രമാണോ നമുക്ക് ആവേശം വരിക? അഭിനയിക്കാൻ അത്ര ഇഷ്ടമാണോ? ഈ കണ്ടന്റ് ഒക്കെ അച്ഛൻ എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യണേ?
മീൻസ് ഓരോ ഇന്നത് ചെയ്യാം. അല്ല ഇതിനകത്ത് ഞാൻ ഇറങ്ങണ ഭൂരിഭാഗം കോണ്ടന്റും എന്റെ ഒന്നല്ല, ബാക്കി അച്ഛന്മാരൊക്കെ പറഞ്ഞു തന്നതൊക്കെയാണ് കൂടുതലും. പിന്നെ ഞാൻ അതിൽ ഒരു കോണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവനോട് ഷെയർ ചെയ്യും, എടാ ഇങ്ങനെ ഒരു സാധനമാണ്, എനിക്ക് എന്താ പറയാനുള്ളത്. അപ്പൊ ഇവന്റെ സജഷൻസ് ഐഡിയാസും തരും. കൊറേയൊക്കെ പണ്ടത്തായിരിക്കും, എന്നാലും കാര്യമൊക്കെ ചുമ്മാ പറഞ്ഞാൽ അവൻ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ നമ്മള് വിചാരിക്കാത്ത ഒരു സാധനം അവൻ അവിടെ ഇറക്കിയിട്ടുണ്ടാവും. ചിലപ്പോ നമ്മൾ വിചാരിക്കുന്ന ഒരു ആശയത്തിൽ നിന്ന് തന്നെ സാധനം വഴുതി മാറിപ്പോവും, പക്ഷെ സാധനം നല്ലതായിരിക്കും. എന്റെ ഐഡിയ സാധനം വരും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഉള്ള അച്ഛന്മാര് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. നമുക്കൊരു ഇതിനകത്തൊരു ഞാനിപ്പോ ഇത് മീഡിയ പഠിച്ചാലും ഒരു മീഡിയ ടീം ഇതിനകത്തുണ്ട്. മീഡിയ ടീമിൽ നിന്നും നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ട്. ഡയറക്ടറായിട്ടൊരു ജെയിംസ് ഓർണ അച്ഛനുണ്ട്. വേറൊരു സഭയുടെ തലപ്പത്തിരിക്കുന്ന ഒരു അച്ഛൻ ഈ മീഡിയയുടെ ഇതുണ്ട്, സിൻഡോ എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ട്. അങ്ങനെയുള്ള അച്ഛന്മാര്, പിന്നെ ഞങ്ങളുടെ പ്രൊഫഷണൽ അച്ഛൻ, ഈ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും വെറുതെ എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുമ്പോ എന്തെങ്കിലും സംസാരിച്ചു തരും, അല്ലെങ്കിൽ അവര് തന്നെ പറഞ്ഞു തരും. പിറക്കണ സാധനങ്ങളൊക്കെ മഹാ അലമ്പാണ്, നീ ഇത് വെച്ച് ഇറക്ക്, വെറുതെ സഭയ്ക്ക് ചെയ്തവരുണ്ടാക്കില്ലേ എന്ന് അവര് തന്നെ പറഞ്ഞു തരും. എന്നിട്ട് അവര് തന്നെ ചെയ്ത് തരും. പിന്നെ മിക്കവരും കാണുന്നവരോട് ഞാൻ പറയും, അച്ഛൻ വീഡിയോസ് ഒന്നും കാണാനില്ലല്ലോ, ചേട്ടാ കോണ്ടന്റ് ഇല്ല, ചേട്ടനെ അറിയാലോ, ചേച്ചിക്ക് അറിയാലോ, എന്നെ കണ്ടു കഴിഞ്ഞാൽ വലിയ ക്രിയേറ്റിവിറ്റി കഴിവെന്നുള്ള മനുഷ്യനൊന്നുമല്ല ഞാൻ. ഇതൊക്കെ ബാക്കിയുള്ളവരുടെ കാരണം കൊണ്ട് ഇങ്ങനെ പോണൊരു പരിപാടിയാണ്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണോട്ടോ എന്ന് പറയുമ്പോ ചിലവരത് വളരെ കാര്യമായിട്ട് എടുത്തിട്ട് ഇടയ്ക്ക് ഫോൺ വിളിച്ചൊക്കെ അച്ഛൻ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ വെച്ചിട്ടുണ്ട്, ഇതിനെ പറ്റി ചെയ്യും, അങ്ങനെ ചെയ്യുന്നൊക്കെ അവര് പറഞ്ഞുതരും. അങ്ങനെ കഞ്ഞി പിടിച്ച് പോണു അല്ലടാ. ഞങ്ങള് ഫോണിൽ തന്നെ അല്ല എടുക്കണേ, ഫോണിലാണ്. അപ്പം നിങ്ങൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും ഇവിടുന്ന് ഏതെങ്കിലും പ്രദേശിനോ ആരെങ്കിലും, അല്ലെങ്കിൽ മീഡിയയുടെ ഇതിനകത്ത് ഇവിടെ 1-2 പേരുണ്ട്. ആരെ വിളിച്ചാലും റെഡിയാണ്. നമ്മള് ഇതിനെപ്പറ്റി അത്യാവശ്യം പഠിച്ചാണ് ആരും കൊണ്ട് അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കണ ആംഗിളിൽ നിന്ന് അവരെ കൊണ്ട് എടുത്ത് ഷൂട്ട് ചെയ്ത് തരും, അവരെല്ലാം പക്കേറ്റ് ചെയ്ത് തരും. അത് പിന്നെ രാത്രി ഇരുന്ന് എഡിറ്റ് ചെയ്യുക, ഇറക്കുക. ഷൂട്ടിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ വീഡിയോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നമ്മൾ ഇങ്ങനെ എന്താ പറയാ, ചിരിച്ച് ചത്തിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ കയ്യിൽ നിന്ന് പോയിട്ടുള്ള അങ്ങനത്തെ ഉള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഞങ്ങൾ ഏത് ഷൂട്ടിങ്ങിന് പോയാലും ഇവന്റെ അഭിനയം കണ്ട് ഞാൻ ചിരിച്ചിരിച്ചാവും. നിന്നിട്ട് മാറ്റമുള്ളടാ അച്ഛന്റെ അഭിനയം ഓക്കെ ആണോ നിന്റെ അഭിപ്രായത്തില്? അല്ല, ഓക്കെ അല്ല, ഇങ്ങനെ ഒട്ടും പെർഫെക്റ്റ് അല്ല. നീ പറഞ്ഞു കൊടുക്കാറുണ്ടോ അച്ഛൻ എന്തിട്ടാണ് കാണിക്കണേന്ന് ചോദിക്കാറുണ്ടോ? എന്നിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാര് ചിലപ്പോ ഫോൺ തന്നെ എടുത്ത് എറിയും. അത്ര മോശമാണ് പെർഫോമൻസ്. പിന്നെ എങ്ങനെ നമ്മൾ സഹിച്ച് മുന്നോട്ട് പോകുന്നു? അഡ്ജസ്റ്റ് ചെയ്യും കൊച്ചി. എന്തെങ്കിലും പഴം എന്തെങ്കിലും എടുത്ത് വായിൽ വെക്കട്ടെ. അതാണ് അവൻ ഇത്ര നേരം മിണ്ടണില്ലായിരുന്നു, അവനെ വായിൽ കൈ കോലിട്ട് കുത്തിയല്ലേടാ. അപ്പൊ നമ്മൾ പ്രതികരിക്കണ്ടേ? എന്നിട്ട് പറയേച്ചാ, എന്നാ നീ ഓർക്കുന്നുണ്ടോ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഈ അച്ഛന് പണി കിട്ടിയതോ നിനക്ക് പണി കിട്ടിയതായിട്ടുള്ള സന്ദർഭങ്ങൾ? ഞങ്ങളൊരു ഇരിങ്ങാലക്കുടയില് ഒരു ഷൂട്ട് ചെയ്യാൻ പോയി. അപ്പൊ അവിടെ ഒരു അമ്മാമ്മയുടെ അടുത്താണ് ഷൂട്ട് ചെയ്യാൻ പോയത്. അമ്മാമ്മയുടെ ഒരു ഡയലോഗ് പറയാൻ പറഞ്ഞിട്ട് ചിരിച്ചിരിച്ച് ഞങ്ങള് ചത്തു. നിങ്ങക്ക് പരിചയമുള്ള അമ്മാമ്മയാണോ? അല്ല, വേറെ ഒരു പരിചയമില്ലാത്ത അമ്മാമ്മ. എന്ത് ഡയലോഗ് അമ്മാമ്മയോട് പറയാൻ പറഞ്ഞേ? ആവശ്യമില്ലാത്ത വള്ളിയൊന്നും തോട്ടിട്ട് പിടിക്കാന്ന് പറഞ്ഞു. അവസാനം നിങ്ങൾ വള്ളി തോട്ടിട്ട് പിടിച്ച പോലെ ആയോ? അമ്മാമ്മ എന്ത് പറഞ്ഞാലും ഡയലോഗ് ശരിയാക്കില്ല. ഒന്നില്ലെങ്കിൽ വള്ളി ആദ്യം പറയും, തോട്ടി പറയും, പിന്നെ തോട്ടി പറയും, പിന്നെ വള്ളി പറയും, ചക്ക പറയും, മാങ്ങ പറയും. അമ്മാമ്മയുടെ കൈ നീട്ടി ഒരൊറ്റ ഡയലോഗ് പറയാൻ വേണ്ടി കണ്ട് ഞങ്ങളൊരു എത്ര അരമണിക്കൂറൊന്നും അല്ലാതെ ചിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വടിയായി. പിന്നെ അമ്മാമ്മ നല്ല പ്രായമുണ്ട്. പിന്നെ അമ്മാമ്മയുടെ അവസ്ഥ ഓർത്ത് ഞങ്ങൾക്ക് വരെ സങ്കടമായി പോയി. എങ്ങനെയോ അവസാനം എന്തൊക്കെ കാണിച്ച് അമ്മാമ്മ ശരിയാക്കി വെച്ചു. ഞങ്ങൾ അങ്ങോട്ട് പോന്നു. വന്നിട്ട് ഇതുപോലെ നമ്മള് വേറെ ഇങ്ങനെ ആളുകളെ കയറ്റുമല്ലോ, നമ്മുടെ സ്ക്രിപ്റ്റിൽ വേറെ ആളുകളൊക്കെ വരാറുണ്ടല്ലോ. അപ്പം ഒരു അമ്മച്ചി വരുന്നുണ്ട്. അതൊക്കെ ആരോടെ അടുത്തുള്ളവരാണോ? ഇല്ല, ഞാൻ ഈ കല്ലേറ്റിങ്കര നമ്മുടെ അവിടെ ഉള്ളവരാണ് ഇതൊക്കെ. എന്റെ ബാച്ചുകാരൻ ഒരച്ഛൻ കല്ലേറ്റിങ്കര കൊച്ചച്ഛനാ. അപ്പൊ എന്തെങ്കിലും ആവശ്യമായിട്ട് ഇങ്ങനെ പ്രായ അമ്മച്ചിമാരൊക്കെ വേണമെങ്കിൽ അപ്പൊ ഞാൻ ഇവനെ വിളിക്കും. ഇവനാണെങ്കിൽ അങ്ങനെയുള്ള അമ്മച്ചിമാരോടൊക്കെ നല്ല കൂട്ടാ. ഇവനൊരു 5-6 പേരെ പറഞ്ഞിട്ട് ഇതിനകത്ത് എനിക്ക് ആരെ വേണ്ട, ആര് പറഞ്ഞാലും റെഡിയാ. എന്നിട്ട് അവൻ വഴി അറേഞ്ച് ചെയ്യണതാണ് ഇവരൊക്കെ. അങ്ങനെയാണ് ഈ അമ്മമാരൊക്കെ വന്നായിരുന്നെ. പിന്നെ ഒരെണ്ണം വന്നത് എന്റെ അമ്മയാണ്. കണ്ടു നല്ല പ്രായം പറയുമെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ച് വണ്ണമുള്ള അതെന്റെ അമ്മയാണ്. പിന്നെ ഇവന്റെ അമ്മയും ഞങ്ങള് ചെയ്യാറുണ്ട്. 1-2 വീഡിയോയില് വന്നിട്ടുണ്ട്. ഇവന്റെ പപ്പയും ചെയ്യാറുണ്ട് കേട്ടോ. ഇവന്റെ പപ്പ അപാരമായിട്ട് അഭിനയിക്കണ ആളാ, നന്നായിട്ട് ചെയ്യും. ഇവിടെ ഷോർട്ട് ഫിലിം സാധനങ്ങളൊക്കെ ചെയ്യണ. പക്ഷെ അതിന്റെ കഴിവൊന്നും ഇവന് കിട്ടിയിട്ടില്ല. പറയണേല് അങ്ങനെയാണോ? സ്വാഭാവികം അങ്ങനെ പറയുള്ളൂ അല്ലേ? നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടാണോ?
എന്തെങ്കിലും സിനിമയ്ക്ക് ഓഡിഷനോ എന്തെങ്കിലും പോയിട്ടുണ്ടോ? ആ ഒരെണ്ണം 3 വന്നായിരുന്നു. ആണോ? 3 പോയി. 3 പോയി. 3 വന്ന് 3 പോയോ? മുടിയുടെ ഇത് മുടി എന്താ? എനിക്ക് പണ്ട് ഇവിടം വരെ മുടി ഉണ്ടായി ബാക്കില്. ആ ആ. അപ്പൊ സ്കൂളുകാര് സമ്മതിച്ചില്ല, അവര് വെട്ടി കളഞ്ഞു. ഓ, അവര് മുടി കണ്ടിട്ടാണ് വന്നത് അല്ലേ സിനിമയില്? ആ. പക്ഷെ സ്കൂളുകാർ സമ്മതിക്കാണ്ട് മുടി വെട്ടേണ്ടി വന്നപ്പോ ചാൻസ് പോയി. പക്ഷെ അച്ഛനുണ്ടോ? സാധാരണ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇതുപോലെ, അല്ല ആദ്യമായിട്ടൊന്നല്ല കേട്ടോ, നമ്മള് വേറെ ബോബി അച്ഛനെ കണ്ടിട്ടുണ്ട്. നല്ല റെയർ ആണ് അച്ഛന്മാർ ഇതുപോലെ ഇങ്ങനെ മുടിയൊക്കെ വളർത്തി ഫ്രീക്ക് ആയിട്ടൊക്കെ. നിങ്ങൾക്ക് ഇങ്ങനെ പോലീസുകാർ പോലെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഉണ്ടല്ലോ മുടിയൊക്കെ വെട്ടി നല്ല പോലീസ് സ്റ്റൈലിൽ നടക്കാണെന്ന് പറയും, മുടി വളർത്തിയ ഫ്രീക്കാന്ന് പറയും. ഏത് കെട്ട് കെട്ടുന്നാണ് ഇപ്പൊ. അങ്ങനെയൊന്നുമില്ല, ഞാനിത് അങ്ങനെ വളർത്തണം എന്ന് ഉദ്ദേശിച്ചില്ല. പിന്നെ കുറച്ചൊരു ആഗ്രഹം തോന്നി അങ്ങനെ വളർത്തി. ഇതൊക്കെ കൊഴിഞ്ഞു പോയതിന് ശേഷം നമുക്ക് ഒരു നമ്മള് കർത്താവിനോട് പരാതി പറയാണ്, ദൈവമേ എനിക്കിപ്പോ മുടിയില്ല, പെട്ടത്തലയായിട്ടിരിക്കാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ തമ്പുരാൻ ചോദിക്കും, മോനെ നിനക്ക് ആവശ്യത്തിന് മുടി ഉണ്ടായിരുന്നു, സമയം ഉണ്ടായിരുന്നു, അന്ന് നിനക്ക് ആവാറുന്നില്ല, ഇല്ലാത്ത സമയത്ത് കുറ്റം പറഞ്ഞിട്ട് ആ ഒരു മൈൻഡോട് കൂടി ഞാൻ അങ്ങോട്ട് വളർത്തും. പോകുമ്പോ പോട്ടെ, അങ്ങനെ വളർത്താം. എനിക്ക് ഒരുപാട് ഒരു ഇഷ്ടം തോന്നിയത് ഒരു വെറൈറ്റി ആയിട്ട് അല്ല, കുറെ ചിരിയും വന്നു അത് കണ്ടിട്ട്. അതായത് വളരെ മാസ് ഡയലോഗ് പോലെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, മറ്റേ ചേട്ടൻ ധ്യാനം കൂടാൻ പോയതിന്റെ ഒരു സംഭവം അവൻ ചോദിക്കുന്നുണ്ടല്ലോ, അപ്പം എന്താ ലേലം വിളിക്കാണോ എന്നുള്ളത്. കിടിലൻ സംഭവമായിട്ടുണ്ട് കേട്ടോ, അത് സൂപ്പറായിട്ടുണ്ട്. പിന്നെ ചില വൈദികര്, നോർമലി നമ്മുടെ വൈദികരോ അല്ലെങ്കിൽ നമ്മുടെ സഭ ഇങ്ങനെ പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെയൊക്കെ അതൊക്കെ സാധാരണ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതിലല്ല കാര്യം. വിശ്വാസം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളല്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അരവണ പായസത്തെ കുറിച്ചൊക്കെ പറയുന്നത് കിട്ടാറുണ്ടോ? പ്രതികരണം കിട്ടിയിട്ടുണ്ടോ? ആണ്. അത് എങ്ങനെയാണ് അതിന്റെ പ്രതികരണം? പറയണവരുണ്ട്, നെഗറ്റീവായിട്ട് പറയണവരുണ്ട്. ഞാൻ ഇപ്പൊ ആരും കുറ്റം പറഞ്ഞിട്ട് ഇതിനകത്ത് കാര്യമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന്മാര് തന്നെ പല രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഈ ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വിശ്വാസികളുടെ ഇടയിൽ അച്ഛന്മാര് പറയുന്നതാണ്, ഇങ്ങനെ അരവണ പായസം തിന്നു കഴിഞ്ഞാൽ അതൊരു പാപമാണ്. അത് പാപമാണോന്ന് വെച്ച് കഴിഞ്ഞാൽ സഭ പഠിപ്പിക്കണ അനുസരിച്ച് അതിനകത്ത് അത് തിന്നു എന്ന് വെച്ചതുകൊണ്ട് യാതൊരു തെറ്റുമില്ല, അതിനകത്ത് അങ്ങനെ പാപമൊന്നുമില്ല. ഞാനത് ഇപ്പൊ എല്ലാവരും എന്നെ കമന്റ്സ് ഒക്കെ ഞാനും ഇവനും കൂടി അരവണ പായസം തിന്നാൻ എല്ലാവരും പ്രേരിപ്പിച്ചു, പാവം വിശ്വാസികളെ വഴിയെറ്റിച്ചു, ഇവൻ അന്തിക്രിസ്തുവാണ് അന്നോന്നോ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു മണിക്കൂറെങ്കിലും എടുക്കും. തന്തയ്ക്കും തള്ളക്കൊക്കെ വിളിക്കണവരുണ്ട്, നമ്മളത് കാര്യാക്കണില്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, അവരത് പറഞ്ഞോട്ടെ. പിന്നെ ഞാൻ പറയണ ഒരു വീഡിയോന്റെ അല്ലെങ്കിൽ ഞങ്ങൾ പറയണ ഒരു വീഡിയോ കാണുന്ന 100 പേരും ഞങ്ങൾ പറയണ അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിക്കണ ഐഡിയ അല്ല അവർ ഉൾക്കൊള്ളണ ചില സമയത്ത്. അപ്പൊ അങ്ങനെ വരുമ്പോ തന്നെ അവര് ഉൾക്കൊള്ളണ അവരുടെ ആശയം വെച്ചിട്ടായിരിക്കും ഇങ്ങോട്ട് കമന്റ് ഇടുന്നതും നമുക്ക് മെസ്സേജ് അയക്കണത്. നമ്മളോട് തർക്കിച്ച് ജയിക്കാൻ വന്നവൻ അവൻ ജയം മുന്നിൽ കണ്ടിട്ടാ വന്നത്. തർക്കം തുടങ്ങുമ്പോ ഒരു ആർഗ്യുമെന്റ് തുടങ്ങുമ്പോ എങ്ങനെയെങ്കിലും നമ്മൾ അങ്ങോട്ട് അടിച്ചിരുത്തണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാ വന്നത്. ആ സമയത്ത് നമ്മൾ എങ്ങനെ ഇരുന്ന് എനിക്കിങ്ങനെ ചാറ്റ് ചെയ്യണ വലിയ താല്പര്യമില്ലാത്ത പരിപാടിയാണ്. അല്ലെങ്കിൽ വോയിസ് അയച്ച് ഇതിന്റെ പിന്നാലെ തന്നെ ഇരിക്കണേ നമുക്ക് വലിയ താല്പര്യമില്ല. അപ്പൊ ഞാൻ പറയും, സോറി, നിങ്ങൾക്ക് ഇടർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി, ഇങ്ങനെയുള്ളത് ആവർത്തിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. നമ്മളങ്ങോട്ട് തോറ്റു കൊടുത്താൽ അവിടെ തീരും. ഞാൻ എൻ്റെ എക്സ്പ്ലനേഷനും ഞാൻ പഠിച്ച തിയോളജിയും ഞാൻ പഠിച്ച ഫിലോസഫിയും കാര്യങ്ങളും എനിക്കറിയാവുന്ന ബൈബിളൊക്കെ പാടെ കുട്ടിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇവരുടെയൊക്കെ മൈൻഡ് സെറ്റിൽ അച്ഛൻ പറഞ്ഞത് തെറ്റാണ്, അവരുടെ വിശ്വാസമാണ് ഏറ്റവും വലുത്. ഇങ്ങനെയെങ്കിലും ഈ ആർഗ്യുമെന്റിൽ അല്ലെങ്കിൽ ഡിബേറ്റിൽ അച്ഛനെ അങ്ങോട്ട് അടിച്ചിരുത്തണം എന്ന മൈൻഡ് സെറ്റോടുകൂടി വന്നതാണ് ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും ആർഗ്യുമെന്റ്സും ഒക്കെ ഓരോ വീഡിയോ കാണുമ്പോൾ. അപ്പോൾ നമ്മളങ്ങോട്ട് സമ്മതിച്ചു കൊടുത്താൽ കഴിഞ്ഞില്ലേ. അല്ലാതെ ഞാനിപ്പോൾ എത്ര പേരെ തിരുത്താൻ പറ്റും എനിക്ക്? ഇനിയിപ്പോൾ ഞാനിത് പറഞ്ഞാൽ പോലും ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റോട് കൂടി വന്ന ഒരാൾ ഇത് അംഗീകരിക്കാൻ പോകണില്ല. ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും അവരുടെ അഭിപ്രായം പറയട്ടെ. പിന്നെ കർത്താവ് ഇത് കാണുന്നുണ്ട്. ഇപ്പൊ ഇവര് പറഞ്ഞതിന്റെ പേരിൽ ഇവരാരും ദൈവത്തിന്റെ മുന്നിൽ വലിയ തെറ്റുകാരൊന്നും അല്ല. ഇതിപ്പോ ഞാൻ കഴിച്ചതന്നെ ഉള്ളൂ, ഞാനും വലിയ തെറ്റുകാരനൊന്നും അല്ല, കർത്താവിന് അറിയാതെ. ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ഇങ്ങനെ ആലോചിച്ചൊരു കാര്യമുണ്ട്. ഇപ്പൊ ഈശോ ഇപ്പൊ ഇവിടെ എന്റെ അയൽവക്കത്ത് താമസിക്കുന്ന ആളാണെങ്കിൽ തൊട്ടപ്പുറത്ത് ഈശോന്റെ വീടിന് തൊട്ടപ്പുറത്ത് ഒരു ഹിന്ദുവിന്റെ വീടും കൂടി ഉണ്ടാവും വിചാരിക്കുക. എനിക്ക് ഉറപ്പാണ് ഈശോ മറ്റേ ഹിന്ദുക്കളും മറ്റേ ശബരിമലയ്ക്ക് പോണതിന് മുമ്പ് ഒരു പരിപാടി ഉണ്ടല്ലോ, കെട്ടുനിറ. ഉറപ്പായിട്ടും കർത്താവ് തലേന്ന് കെട്ടുനിറക്കി അവിടെ പോയിട്ടുണ്ടാവും, തീർച്ചയായിട്ടും പോയിട്ടുണ്ടാവും. അത് ശിഷ്യന്മാരൊക്കെ വിളിച്ചു പോയിട്ടുണ്ട്, ആഘോഷ പരിപാടിയൊക്കെ ഉണ്ട്. ഈശോ വൈബ് ടീമാക്കി സംഭവം തന്നെ മാറി. കാനായിലെ കല്യാണം കളറാക്കിയാൽ അപ്പുറത്ത് കളറാക്കിണ്ടാവും ഈ പരിപാടി. അവിടെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കർത്താവ് ഇടപെട്ടിട്ടുണ്ടാവും. ആ കർത്താവിനില്ലാത്ത സാധനമാണ് നമുക്ക്. എനിക്കറിയാൻ പാടില്ല, ഞാൻ ആരെയും കുറ്റം പറയണല്ല. ഇത് കാണുന്നവരോട് ഞാൻ അപ്പൊ ആലോചിക്കാറുണ്ട് ഇനി ഒരു ഇന്റർവ്യൂ വന്നു കഴിഞ്ഞത് പറയണം എന്നുള്ളത്.
അത് ഇത് കാണുന്ന പ്രേക്ഷകർ അതെ ഞാൻ അതുകൊണ്ട് ഞാൻ ക്യാമറ നോക്കി തന്നെ പറയാം. ഇത് കാണുന്ന പ്രേക്ഷകരോട് അല്ല ഞാൻ ഈ അരവണ തിന്നാൻ പ്രേരിപ്പിച്ചു, ജനങ്ങളെ വഴി തെറ്റിച്ചു ഉള്ള ഒരു അച്ഛനാണെന്നുള്ള വ്യാപക ചീത്തപ്പേര് എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഏതെങ്കിലും പാവം വിശ്വാസികളെ വഴി തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സ്ട്രീംലി സോറി, എല്ലാവരോടും മാപ്പ് ചോദിക്കാണ്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് തന്നെ ജീവിക്കുക. ഞാൻ ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. സഭ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ യാതൊരു അരവണ തിന്നതുകൊണ്ട് അല്ലെങ്കിൽ അത് അവരുടെ ദൈവമാണ് വലിയ ദൈവം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ മതത്തിലും എൻ്റെ വിശ്വാസത്തിലും കർത്താവിനും മുറുകെ പിടിച്ച് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. അതല്ലാതെ അത് ഞാൻ അരവണ കഴിച്ച് ഞാൻ ഇവനും കഴിച്ച് കാണിച്ചത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നു തന്നു. നമ്മളൊക്കെ സൊസൈറ്റി ജീവിക്കണ ഹ്യൂമൻ ബീങ്സ് ആണ്. നമ്മുടെ സൗഹൃദത്തിന്റെ പുറത്ത് മാത്രമാണ് അത് ചെയ്തത്. അതല്ലാതെ ഈ ശബരിമലയിൽ ഇരിക്കണ അയ്യപ്പനാണ് ദൈവം എന്നും പറഞ്ഞിട്ടൊന്നും അല്ല ഞാൻ ചെയ്തത്. എല്ലാവർക്കും അവരുടേതായ വിശ്വാസങ്ങളുണ്ട്. നമ്മൾ വെറുതെ മതം പറഞ്ഞ് ജനങ്ങളെ തമ്മിൽ തല്ലിക്കാതിരിക്കാൻ നോക്കുക. ഒരു പായസം കഴിച്ചതിൻ്റെ പേരിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്നതിൻ്റെ പേരിലോ മോസ്ക് എന്താണെന്ന് കാണാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലേക്ക് പോയതിൻ്റെ പേരിലോ നമ്മുടെ കർത്താവ് നമ്മൾ ഒരിക്കലും ശിക്ഷിക്കില്ല. അങ്ങനെ ശിക്ഷിക്കാൻ വേണ്ടിയിരിക്കുന്ന ആളല്ല കർത്താവ്. നമ്മളെ സ്നേഹിക്കാനും നമ്മളോട് ക്ഷമിക്കാനുള്ള പാഠം മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ എല്ലാവർക്കും പറ്റുമെങ്കിൽ ഒരുപാട് നല്ലത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി പറ്റിയില്ലെങ്കിലും ഇതിനൊന്നും പറ്റിയില്ല, നിങ്ങൾ ഇതേപോലെ തന്നെ മുന്നോട്ട് പോയാലും കർത്താവ് നിങ്ങളെ ശിക്ഷിക്കില്ല. കർത്താവ് നിങ്ങൾ ഒന്നും ചെയ്യില്ല, സ്നേഹിക്കുള്ളൂ. നമ്മുടെ അറിവില്ലായ്മയും വിവരക്കേട് ഈശോയ്ക്ക് നന്നായിട്ട് അറിയാം. എന്റെ അറിയാം, ഇവന്റെയും അറിയാം, ഞങ്ങളെ വിമർശിക്കുന്നവരുടെ അറിയാം. അതുകൊണ്ട് ഈശോ ആരെയും ഇതും പറഞ്ഞ് നമ്മളെ നിനക്ക് ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ വരുമ്പോ നീ നോക്കാറുണ്ടോ? കമന്റ്സ് ഒക്കെ ഇല്ലല്ലേ? നമ്മള് വീഡിയോ ചെയ്യുന്ന അതാണ് മൈൻഡിയാറില്ല, വായിക്കാറേ ഇല്ല. ഇവൻ അങ്ങനെ ഇൻസ്റ്റയിൽ നമ്മുടെ പേജ് എടുത്ത് അങ്ങനെ നോക്കി ഇവന്റെ പപ്പ നോക്കും. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇങ്ങനെ അരവണ പായസത്തിന്റെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ബൈജു എന്നാണ് എന്റെ അപ്പന്റെ പേര്. ബൈജുടെ ഇതൊന്നും കാര്യമാക്കണ്ട കേട്ടോ, ജനങ്ങൾ ഇങ്ങനെ പറയും, നമ്മൾ ആദ്യമായിട്ടല്ലോ കേൾക്കണേ, നമുക്കറിയാലോ നമ്മുടെ വിശ്വാസം ഒന്നും. ബൈജുട്ടൻ എന്നോട് പറഞ്ഞു അച്ഛൻ ഞാൻ ഒരു പക്ക കമ്മ്യൂണിസ്റ്റാണ്, എനിക്കിതൊക്കെ പുല്ലാണ്, എനിക്കതൊന്നും പ്രശ്നമില്ലാന്ന് പറയണേ. അങ്ങനെ ഒരു ഇതിനകത്ത് എടുക്കണവരല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, അഭിപ്രായ സ്വാതന്ത്ര്യം ഓരോരുത്തരും അവർക്ക് പറയാനുള്ളത് പറയട്ടെ. അവരുടെ എല്ലാ അഭിപ്രായങ്ങളെയും വിമർശനങ്ങളെയും ഒക്കെ വില മതിക്കണു. ഇനിയും നിങ്ങൾ വിമർശിക്കുക, നല്ല അഭിപ്രായങ്ങൾ പറയാ, ഉറപ്പായിട്ടും സ്വീകരിച്ചിരിക്കും. ആ വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് ഓർമ്മ വന്ന വേറൊരു ഡയലോഗാ. ഇത്രയും ധൈര്യം ഞാൻ ചാൾസ് സ്റ്റോമർ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ ഡയലോഗ് എനിക്ക് ഓർമ്മ വന്നേ. കുറെ പ്രാവശ്യം ഞാനത് കണ്ടു. പിന്നെ ഇത് ഇടുന്ന സമയത്തേ സത്യം പറഞ്ഞ ഞാൻ ചിന്തിച്ചിട്ടില്ല ഇത് എത്ര കയറി കത്താനുള്ള സാധനം ഉണ്ടെന്ന്. ഈ അരവണ കഴിക്കണതിന്റെ പേരിൽ ഏതാണ്ട് സൈനൈഡ് കഴിച്ചാൽ പോലും ഇത്രയും പ്രശ്നമില്ല. ഞാൻ ഇത്ര കയറിയത് കത്തി ഏതാണ്ട് നമ്മളെ വലിച്ചു വാരി ഭിത്തിയിൽ ഒട്ടിക്കണ അവസ്ഥയാവുന്ന സത്യം പറയാൻ വിചാരിച്ചില്ല. അങ്ങനെ ഒരു മൈൻഡിലേക്ക് പോയിണ്ടല്ലോ, സത്യമായിട്ട് ഞാൻ ചെയ്യില്ല. എനിക്ക് അതിനുള്ള ധൈര്യമില്ല കേട്ടോ. എന്തിനാ നമ്മള് വേണ്ടാത്ത വള്ളി, മറ്റേ ഡയലോഗ് എന്ന് പറഞ്ഞാ ആവശ്യമില്ലാത്ത വള്ളിയൊന്നും തോറ്റിട്ടില്ല. ആ ഒരു മെന്റാലിറ്റിയിൽ നമ്മൾ നിക്കുള്ളൂ. പക്ഷെ നമ്മൾ അറിഞ്ഞില്ല എത്രയും ഇത് വിവാദമാവുന്നുള്ളൂ. റീൽസ് ഒക്കെ കണ്ടിട്ടെ ഫ്രണ്ട്സ് ഒക്കെ നിന്നോട് എന്താ പറയാ ചോദിക്കാറുണ്ടോ നിന്റെ അഭിനയത്തെ പറ്റിയൊക്കെ? ടീച്ചേഴ്സ്, ഫ്രണ്ട്സ് ഒക്കെ ക്ലാസ്സിൽ സപ്പോർട്ടാണ്, അവരെല്ലാവരും കാണാറുണ്ട്. ക്ലാസ്സില് ചിലവര് എന്താ അവർക്ക് ഇത്ര ഒരു വിരോധം? പലർക്കും ഫോൺ കൊടുക്കാറില്ല. അതാണ് 5ാം ക്ലാസ്സിലല്ലേ ആയിട്ടുള്ളൂ അല്ലേ? അതുകൊണ്ട് കാണാൻ പറ്റാറില്ല. നിന്റെ കാണുന്ന ടീച്ചേഴ്സ് ഒക്കെ എന്താ പറയാ? ടീച്ചേഴ്സ് നല്ലതാന്ന് പറയും. പഠിക്കടാ, വേറെ പണിയൊന്നുമില്ലേ അങ്ങനെ പറയോടാ? ഇങ്ങനെ പറയും, അച്ഛൻ്റെ കൂടെ മാത്രം ഞാൻ നടന്നാ മതിയെന്ന് പറയും. അങ്ങനെ പറയൂല്ലേ? അപ്പം നീ എന്താ കാണണേ? നിനക്ക് ശരിക്കും പറഞ്ഞാല് അച്ഛൻ ഇങ്ങനെ അഭിനയിക്കാൻ വിളിച്ചു, അപ്പൊ അഭിനയിക്കാൻ വരുമ്പോ നിനക്ക് സന്തോഷാണോ കൂടുതൽ അഭിനയിക്കാനായിട്ട്? വെറുതെ വീട്ടിലേക്കാളും തന്നെ. അതാണ് കാര്യം. ഭയങ്കര ബ്രൈറ്റ് ആട്ടോ, ക്ലാസ്സിൽ ടോപ്പ് ഒക്കെ ആണോ? ക്ലാസ്സിൽ ടോപ്പ് ആണോ? നന്നായി പഠിക്കും. ആരൊക്കെയാ ഉള്ളേ വീട്ടില്? അമ്മ, ഞാൻ, അപ്പൻ, രണ്ടനിയന്മാര്. രണ്ടനിയന്മാരാണോ? ഇവൻ തന്നെ 5ാം ക്ലാസ്സിൽ. അപ്പൊ ഇവന്റെ ചെറുതുങ്ങളൊക്കെ ഏത് ക്ലാസ്സിലാ? രണ്ടാമത്തവൻ 2-ല്, ലാസ്റ്റ് LKG. അവരൊക്കെ ഇതിനകത്ത് ചേരണം, ഇതിനകത്ത് ഞങ്ങൾക്കും കൂടെ വരണം എന്നൊക്കെ പറയോ? മറ്റേ ഏറ്റവും ലാസ്റ്റത്തിന് ഒട്ടും താല്പര്യമില്ല, വരാൻ ഇഷ്ടമില്ലേ? പിന്നെ വരും. അവരുള്ള വീഡിയോ ഉണ്ട്, ഒരു വീഡിയോ. അവനുണ്ട് ഒരു ചെറിയ ഇങ്ങനെ ഡയലോഗ് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇതേപോലെ പറയില്ല. ഇല്ല അല്ല, അച്ഛൻ നിനക്ക് ഡയലോഗ് പറഞ്ഞു തരുമോ? ഇന്ന ഡയലോഗ് നീ പറയണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തരുമോ? അല്ലെങ്കിൽ പറയും പറഞ്ഞു തരുന്നുണ്ട്. എനിക്ക് എന്റെ മനസ്സിൽ തന്നെ ഒരു സംഭവം ഞാൻ അത് തന്നെ ഉദ്ദേശിച്ചിട്ട് അച്ഛൻ പറയും തന്നെ. അത് തന്നെ നിന്റെ വാക്കുകളിൽ അങ്ങ് പറയും. നമ്മള് പറഞ്ഞ ഡയലോഗിന് പുല്ല് വില, അവൻ പറയണ ഒരു സാധനം കൂടെ അവൻ ഇട്ടു. അതാണല്ലേ അച്ഛൻ ഡയലോഗ് അത്ര പോരല്ലേ? നീ നിന്റെ വാക്കുകളിൽ പറയുമ്പോഴാണ് നിനക്കൊരു തൃപ്തി വരുന്നത്, അങ്ങനെയാണോ?
ആരാണ് ഏറ്റവും നല്ല അഭിനേതാവ് എന്നുള്ളതാണ് നിന്റെ അത് എനിക്ക് പറയാൻ പറ്റില്ല, അത് ഇവര് തന്നെയാണ് പറയണ്ടത്. കാണുന്നവര് പറയണം അച്ഛനാണോ കൊച്ചനാണോ നന്നായിട്ട് അല്ല അത് അവൻ തന്നെയാണ് ഉറപ്പായിട്ടും. ഇവന്റെ ഒറ്റ ഇത് കൊണ്ടാണ് നമ്മളത് ആ പരിപാടി ആരെങ്കിലും കാണുന്നത്. എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും പറയും മോനെ നീ ആ പയ്യനെ കണ്ട് പഠിക്കവരറിയാം. എല്ലാവരും ഇവനെ ചോദിക്കാറ്, എന്നെ കാണുന്ന എല്ലാവരും ഇവരെ പേഴ്സണലി വിളിച്ച് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത കാരണം എന്നെ അന്വേഷിക്കണം എല്ലാവരും ഇവനെ അന്വേഷിക്കണം. അവൻ എവിടെയുണ്ട്. പിന്നെ അവന്റെ പ്രായത്തിനനുസരിച്ച് എനിക്ക് എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റില്ല. പഠിക്കണം, ക്ലാസ്സിലൊക്കെ ടോപ്പായിട്ട് നിൽക്കണം. ഇവനെങ്ങാനും മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ സിസ്റ്റേഴ്സ് ഒക്കെ എന്നെ വിളിക്കും, നിന്റെ കൂടെ നടന്നാണ് ഇവൻ ചീത്ത അല്ലേടാ. എന്താ ആഗ്രഹം വലുതാവുമ്പോ? ഒരു പള്ളിയിൽ അച്ഛനാണ്. മാതാവേ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ട് അവര്. പിന്നെ നന്നായിട്ട് വിജയിച്ചില്ലേ? ആദ്യമായിട്ട് എന്റെ വായതൊരു നല്ലത് കേൾക്കണം. പിന്നെ അടുത്തത് വേറെന്താണോ? ഇല്ലെങ്കിലോ അഭിനയത്തിന് ഒരു നായകനാവണം. വീട്ടുകൻ കൈ കൊടുക്കടാ, അങ്ങനെ വേണം നമ്മൾ ആഗ്രഹിക്കാൻ. ഒന്നെങ്കിൽ അച്ഛനാവണം, ഇല്ലെങ്കിൽ അഭിനയിക്കാൻ പോണം. അച്ഛനായി കഴിഞ്ഞത് രണ്ടും നടക്കാം. അച്ഛനായ രണ്ടും നടക്കുമെന്ന്. പക്ഷെ ഇവൻ ആദ്യമായിട്ടോ ഞാൻ പറഞ്ഞേക്കണേ. എന്നോട് പ്രാവശ്യം കണ്ടുമ്പോ തമാശക്ക് എന്തോ ഷെയ്ക്ക് മേടിച്ചു തരില്ല എന്ന് കണ്ടു പറഞ്ഞ പറഞ്ഞു ഞാൻ അച്ഛനാൻ പറ്റിട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞത്. അതുകൊണ്ട് അവൻ അങ്ങനെ നമ്പർ ഇട്ട് ഞാൻ പറയുന്നത് ഉറക്കണ്ട്. അല്ലടാ അതല്ല എന്താ അച്ഛനാ പോണോ തോന്നാൻ കാരണം? നമ്മുടെ ഈ അച്ഛനെ ഇഷ്ടപ്പെട്ട എനിക്ക് ഈ വെള്ളം ഉടുപ്പെട്ട അച്ഛന്മാരില്ലേ, അത് വലിയ താല്പര്യമില്ല. അയ്യോ അങ്ങനെ വിചാരിക്കരുത്. വെള്ളം ഉടുപ്പെട്ട അച്ഛന്മാർ ആരും എന്നോടൊന്നും വിചാരിക്കരുത്. അവൻ എന്റെ കൂടെ നടന്നിട്ട് അവരുടെ കൂടെ പോണെന്ന് പറഞ്ഞാൽ ഞാൻ തീർന്നു. അങ്ങനെയല്ല, എനിക്ക് ഈ വെള്ളം ഉടുപ്പെട്ട അച്ഛന്മാരെ ആരും അത്ര പരിചയമില്ല. നിനക്ക് പരിചയമുള്ള ഇവരെയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ തന്നെ പോണോന്നാണ് ആഗ്രഹം. അല്ല, എന്തുകൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം? അച്ഛനാകാൻ പോവാൻ തോന്നാൻ കാരണം? ഇതുപോലെ നല്ല അടിപൊളിയായിട്ടൊക്കെ നടക്കാം. സ്റ്റൈലാണല്ലേ? 10 കൊല്ലം കഴിയുമ്പോഴേ ഇന്റർവ്യൂ ഇവിടെ കിടപ്പുണ്ടാവും. അതെ, അല്ല നമുക്ക് നേരത്തെ കാണിക്കാം ഇങ്ങനെയാണെന്നുള്ളത്. അച്ഛനെയും കൊച്ചനെയും കൂടെ പിന്നെ സോഷ്യൽ മീഡിയ കാണുന്ന കുറെ പേർക്കുള്ള സംശയം, ഇത് യഥാർത്ഥ അച്ഛനാണോ എന്നുള്ള ഒരു സംശയമുണ്ട്. ഇനി ഇതുപോലെ പല ഡ്രസ്സൊക്കെ ഇട്ടുവാണെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ. അപ്പൊ അങ്ങനെ വല്ലതാണോ? അങ്ങനത്തെ സംശയങ്ങൾ നേരിട്ടിട്ടുണ്ടോ? ശരിക്കും നേരിട്ട് ചോദിച്ചിട്ടുണ്ടോ ആരെങ്കിലും? നേരിട്ട് ചോദിച്ചിട്ടുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും അച്ഛനാന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാനിപ്പോ നമ്മള് ഇവിടെ ഞാൻ പറയുന്നത് പ്രൊഫഷണൽ ഹൗസിലാണ്. പ്രൊഫഷണൽ അച്ഛനൊക്കെ ഭയങ്കര കമ്പനിയാണ്. പ്രൊഫഷണൽ മാത്രമല്ല എല്ലാ അച്ഛന്മാരും ഭയങ്കര കമ്പനിയാണ്, ഫ്രണ്ട്ലിയാണ്. അപ്പൊ നമ്മളിവിടെ സാധാരണ അല്ല പണി സമയത്തൊക്കെയാണ് ഷോർട്സ് ഇട്ട് ടീഷർട്ട് ഇട്ടായിരിക്കും നടക്കണേ, അല്ലെങ്കിൽ പാന്റ് ഷർട്ടൊക്കെ ആയിട്ടായിരിക്കും നടക്കണം. അപ്പൊ ഇവിടെ ഏതെങ്കിലും സിസ്റ്റേഴ്സ് വരാ, അച്ഛന്മാര് വരാ, ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആദ്യം പ്രൊഫഷണൽ അച്ഛൻ പറയുന്നേ ഇത് ഞങ്ങളുടെ അച്ഛനാണ്, ഇവിടുത്തെ ബംഗാളി പണിക്കാരനല്ലോ എന്നാക്കിട്ട് നമ്മളങ്ങോട്ട് വാട്ടി വിടും. അച്ഛൻ പറയണേലും കാര്യമുണ്ട്, കാരണം ജന്മനാ ഒരു ലുക്ക് അങ്ങോട്ട് കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. വേണമെങ്കിൽ അങ്ങനെ ആക്കാട്ടം, വേണമെങ്കിൽ മുടിയൊക്കെ പറ്റ വെട്ടി അങ്ങനെയുള്ള ഷർട്ടൊക്കെ ഇട്ട് കുറച്ച് മേക്ക് ഓവറൊക്കെ ആക്കി വേണമെങ്കിൽ ആക്കാൻ പറ്റും തോന്നുന്നു. എന്നാൽ നമുക്ക് പൊതുവെ അച്ഛന്മാർക്ക് കിട്ടേണ്ട ഒരു ലുക്ക് നമുക്ക് കിട്ടിയിട്ടില്ല, ജന്മസിദ്ധമായിട്ട് കിട്ടിയിട്ടില്ല തോന്നുന്നു. എന്റെ പേപ്പൻ ഒരാൾ അച്ഛനുണ്ട്, എറണാകുളം രൂപതയിലെ അച്ഛനാ. അച്ഛനൊക്കെ എന്റെ ഇരട്ട സഹോദരൻ, അതായത് എന്റെ അപ്പന്റെ ഇരട്ട സഹോദരനായിട്ടുള്ള അച്ഛനാ. പിള്ളിന്ന പേര്. പിള്ളേക്ക് നല്ല കാണുമ്പോ തന്നെ ഒരു അച്ഛൻ സെറ്റപ്പ് ഒക്കെ പണ്ട് ആരതുണ്ട്. അപ്പൊ എല്ലാരും എന്നോട് നോക്കി, എന്റെ പേപ്പനൊക്കെ നടക്കണൊക്കെ നീ എന്ത് കോലാണ്, നിനക്ക് മുടിയൊക്കെ വെട്ടിക്കൂടെ? കുറെ പേരൊക്കെ അച്ഛനെ അറിയണവരും അല്ലെങ്കിൽ വീഡിയോ കാണുന്നവരൊക്കെ കുറെ പേര് ചോദിക്കും അച്ഛൻ തന്നെയല്ലേ, അതല്ലേ ലുക്കിന്റെ ആയിരിക്കും. ലുക്കിന്റെ എന്ന് പറഞ്ഞാൽ ഭംഗിന്റെ അല്ല, മുടിയൊക്കെ വളർന്ന് കാട്ടാളനെ പോലെ നടക്കുന്നോണ്ടായിരിക്കും. നല്ല പണി ഇതിനകത്ത് മേടിച്ചു തരാറുണ്ട്. അതെങ്ങനെയാണ്? അതെന്ത് പണിയൊക്കെ നീ അച്ഛന് മേടിച്ചു കൊടുക്കണേ? ഞങ്ങള് ഇന്ന് ഞാന്നിട്ടില്ലോ, നീ ഓർക്കല്ലേ, ഞങ്ങളിപ്പോ നക്ഷത്ര തടാകത്തിൽ ഇത് കാണാൻ പോയി, രാത്രി ഇങ്ങനെ ചുമ്മാ കാണാൻ പോയി. അപ്പൊ ഞാൻ ഇവനെ ഒരു പാലത്തുമരുന്ന് ഇങ്ങനെ കപ്ലണ്ടി നോട്ടിരിക്കാം. അപ്പൊ 2 ചേട്ടന്മാര് ഞങ്ങളുടെ അടുത്ത് വന്നു. ഞാൻ ചേട്ടനോട് വെച്ചു, ചേട്ടാ കപ്ലണ്ടി കഴിക്കണമെന്ന് വെച്ച് ഞാൻ എന്റെ കയ്യിലുള്ളത് കൊടുത്തു. ഇവൻ ആർത്തി പണ്ടാറായതുകൊണ്ട് ഇവൻ ആർക്കും കൊടുത്തു, തന്നെ തിന്നോണ്ടിരിക്കായിരുന്നു. എന്നിട്ട് ഞാൻ ആ ചേട്ടൻ കപ്പലണ്ടി കൊടുത്തു കഴിഞ്ഞപ്പോ ചേട്ടൻ 2 കപ്പലണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോ തന്നെ ഇവന്റെ ഡയലോഗ്, അച്ഛനാട്ടോ പള്ളിയിൽ അച്ഛനാട്ടോ, എവിടെ ഒരു ടീഷർട്ടൊക്കെ ഇട്ട് പാലത്തുമരുന്ന് കപ്ലണ്ടി ചെയ്തോണ്ടിരിക്കുക. അതെന്താടാ ഉദ്ദേശം? ആളാ തിരിച്ചറിഞ്ഞോട്ടെ എന്നുള്ളതാണോ? അല്ലെങ്കിൽ എന്ത് പറ്റും? അച്ഛനെ കണ്ട ചിലപ്പോ എന്റെ ചേട്ടന്റെ ക്ലാസ്മേറ്റ് പോലെ തോന്നും. ചേട്ടനാ തോന്നില്ലല്ലോടാ. അതിനുള്ളൊരു ലുക്ക് ഇല്ലെന്നല്ലേ? ഇവനാണ് കൂടുതൽ ഹാൻഡ്സം എന്നാണ് പറയണേ. ഓക്കെ, അപ്പൊ അങ്ങനെ തോന്നുന്നു അച്ഛനാട്ടോന്ന്.
അച്ഛൻ ആ ചേട്ടന്മാരോട് അച്ഛൻ പോയി പറഞ്ഞു ഇവൻ വെറുതെ പറയുന്ന തോന്നി. ആണോ? നീ ആ ചേട്ടന്മാര് ഇവിടെ ആയിരുന്നെങ്കിൽ വിശ്വസിച്ചേനെ. അച്ഛനാണെന്ന് പറഞ്ഞ് വിശ്വസിച്ചേനെ. അവർക്ക് അറിഞ്ഞൂടല്ലോ നീ പറ്റിച്ചാണെന്ന് ഒരു വിചാരിച്ചു. എവിടെ ചെന്നാലും ഞങ്ങൾ പാന്റ് ഷർട്ട് ആണെങ്കിൽ അപ്പൊ തന്നെ ഞാൻ പറയും. സാധാരണ അച്ഛന്മാർ ഇവനറിയാലോ, സാധാരണ അച്ഛന്മാരെ കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു ബഹുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. എനിക്ക് ഈ ലുക്കില്ലാതെ ആരും ബഹുമാനിക്കില്ല. കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കും ചിലപ്പോ പറയണത്. അല്ലേടാ? അത് തന്നെ അപമാനിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ആയിരിക്കാണല്ലോ. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ചോദിക്കൂലോ, അച്ഛനല്ലടോ എനിക്ക് ലോഹയിലൊക്കെ വന്നുകൂടെ എന്നുള്ളൊരു മറുപടിക്ക് വേണ്ടിയാണോ ചോദിക്കണെന്ന് എനിക്ക് അറിയില്ല. അല്ല അവൻ സത്യം അച്ഛനാന്ന് അറിഞ്ഞോട്ടെ, ഒരു ബഹുമാനം കിട്ടിക്കോട്ടെ എന്നുദ്ദേശിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അച്ഛനത് മനസ്സിലാക്കാത്തതിന്റെ കുഴപ്പമില്ല. അവിടെ ഒരു രൂപ കൂടി ഫ്രീ ഉണ്ട്, നീ ഫ്രീ ആകുമ്പോ വായോട്ടായിട്ട്. അവൻ നല്ല കുട്ടിയാണ്. ഇതൊക്കെ നമ്മളുടെ ഈ വിശ്വാസവും അല്ലെങ്കിൽ എന്റർടൈൻമെന്റും രണ്ടും രണ്ടറ്റത്ത് നിന്നിരുന്ന ഒരു സംഭവമാണ് എന്ന് കുറെ നാളുകൾക്കൊക്കെ മുന്നേ പണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയില്ല. ഇപ്പൊ കുറെ കൂടെ സന്യസ്തരാണെങ്കിലും വൈദികരാണെങ്കിലും ഒക്കെ ഇങ്ങനെ അതുമായിട്ടൊക്കെ വളരെ എന്താ പറയാ എല്ലാം ആക്റ്റീവാണ്. എല്ലാവരും പുറത്തേക്ക് വരുന്നു, പാടുന്നു, ഡാൻസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പം അച്ഛന് ഇതേപോലെയുള്ള പരിപാടികൾ റീൽസ് ചെയ്യുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുക, പുറത്തിറങ്ങുമ്പോൾ പലരും തിരിച്ചറിയുന്നൊക്കെ ഉണ്ട് അല്ലേ, കുറെ പേര് തിരിച്ചറിയുന്നൊക്കെ ഉണ്ട്. അതും നമ്മുടെ ഒരു സ്പിരിച്വൽ ലൈഫ് ഉണ്ടല്ലോ, ആ സ്പിരിച്വൽ ലൈഫ് അത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഭയങ്കര പാടാണോ? എനിക്ക് അങ്ങനെ പേഴ്സണലി വലിയ പാടൊന്നും തോന്നിയിട്ടില്ല. കാരണം ഞാനിപ്പോ എന്റെ കൂടെ ഇറക്കണ റീലായാലും മാസത്തില് 3-4 മാക്സിമം 4 വരെ നമുക്കത് ചെയ്യാൻ പറ്റാറുള്ളൂ. ഞങ്ങൾക്ക് അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി എത്ര മണിക്കൂർ വേണോടാ? ഒരു 1.5 മണിക്കൂർ. അത്രയും മതി. പിന്നെ ഇതിന്റെ കോണ്ടന്റ് കിട്ടണ്ടായാലും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചിന്തിച്ച് കണ്ടുപിടിക്കുന്ന സാധനങ്ങൾ വളരെ കുറവാ. ആരെങ്കിലൊക്കെ എനിക്ക് പറഞ്ഞു തരും, ഇന്നത് വെച്ച് ചെയ്. ഞാൻ ഇതിന്റെ പിന്നാലെ ഇരുന്ന് ചിന്തിച്ച് കളയുമ്പോഴാണ് അത് പ്രശ്നമുള്ളൂ. അങ്ങനെയൊന്നുമില്ല. ഇവിടെ സഭയെന്ന് എല്ലാ അച്ഛന്മാരും, സഭയിലുള്ള എന്റെ കാണുന്ന എല്ലാ അച്ഛന്മാരും പറഞ്ഞു തരാടാ, ഇങ്ങനെ ഒരു ആശയമുണ്ട്, നീ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞു തരും, മെസ്സേജ് അയച്ച് പറഞ്ഞു തരും. സഭയിൽ നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നാലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം വളരെ കുറവാ. പിന്നെ മെസ്സേജ് അയക്കല് സാധനങ്ങൾ എനിക്ക് അത്ര ഇതില് ഒരുപാട് കാണുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ അയച്ചു കൊടുക്കും. റിപ്ലൈ ആദ്യമായിട്ട് എന്റെ മെസ്സേജിനൊക്കെ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ പറയില്ല ഇവൻ വെറും ജാടയാണ്, ഉറപ്പായിട്ട് പറയാ. അപ്പൊ അതുകൊണ്ട് നമ്മളങ്ങനെ കൊടുക്കും. അതിന്റെ വല്ല എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പ്രാർത്ഥിക്കാനുള്ള സമയം, പ്രാർത്ഥിക്കാനും പള്ളിയിൽ പോകാനും. നമ്മളിപ്പോ അച്ഛന്മാരെന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും കുർബാന പല മഠങ്ങളിലും ആ പള്ളികളിലൊക്കെ ചെല്ലാനുണ്ടാവും. അതിനൊന്നും ഒരു മുടക്കം വരില്ല. പിന്നെ ഈശോയായിട്ട് നമുക്കിവിടെ യാമപ്രാർത്ഥനകളുണ്ട്. ആ യാമപ്രാർത്ഥനയിൽ നമ്മൾ കൃത്യസമയത്ത് അവിടെ പോയി പങ്കെടുക്കാന്നുള്ളതാണ്. ചില സമയത്ത് ഇപ്പോ എന്തെങ്കിലും തിരക്കുകളായിട്ട് നമ്മൾ ഇവിടുന്ന് മാറി എന്നാൽ പോലും അതിന്റെ പേരിൽ നമ്മളിവിടെ നിനക്ക് ഈ വിളിയോട് ഒരു ഇതില്ല എന്ന് പറയുന്ന അച്ഛന്മാരല്ല. അവർക്കറിയാം ഇവന് പക്വതയും അറിവും ഉള്ള അച്ഛനാണ്, അവരെ പോലെ തന്നെ പഠിച്ച് അച്ഛനായേക്കെന്താണ്, അവന്റെ ആധ്യാത്മിക ജീവിതമൊക്കെ എങ്ങനെ കൊണ്ടുപോകണം എന്ന് അവനറിയാം എന്ന് നമ്മളെ വിശ്വസിച്ച് ആണ് ഇവിടെയുള്ള എല്ലാവരും അതിനുള്ള സപ്പോർട്ട് തന്നിട്ടാണ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ അങ്ങനെ കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഒരു വൈദികനാകാനായിട്ട് അന്ന് ഒരു വൈദികനാകാന്ന് പറയുമ്പോൾ ആ മനുഷ്യന്റെ ഏറ്റവും അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാല് ആ വൈദികനായിരിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ. അത് അറിഞ്ഞവരാണല്ലോ ഇതിനകത്തേക്ക് വരുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്കതൊരു വലിയൊരു എടുത്താ പൊങ്ങാത്തൊരു ഭാരമൊന്നുമല്ല. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഈ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടുള്ളൂ. 10-12-13 കൊല്ലം പഠിക്കണം, തിയോളജി, ഫിലോസഫി, ഡിഗ്രി, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പഠിക്കണം. അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്. പിന്നീട് ശരിക്കും പറഞ്ഞാൽ ഈ പ്രാർത്ഥിച്ചൊക്കെ ജീവിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ജീവിതത്തില് എപ്പോഴും ലൈഫ് ലോങ് മരണം വരെ കൊണ്ടുപോകാനായിട്ട് നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് എല്ലാവർക്കും. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. അപ്പൊ പിന്നെ കർത്താവിന്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പൊക്കോളും എന്നാണ് വിശ്വസിച്ചത്. നമ്മളാരും പെർഫെക്റ്റ് ഒന്നുമല്ല. എല്ലാ അച്ഛന്മാർക്കും അവരുടേതായ കുറവുകളും പോരായ്മകളും ഒക്കെ ഉള്ളവരെല്ലാ അച്ഛന്മാരും എല്ലാ മനുഷ്യരും. പിന്നെ ഞാൻ പറയില്ലേ, കർത്താവ് ഇതൊക്കെ ക്ഷമിക്കുന്നേ. നമുക്ക് എന്തെങ്കിലും തെറ്റൊക്കെ പറ്റിയാലും കർത്താവ് അത് ക്ഷമിക്കും, നമ്മളെ തിരുത്തി തരും. നമ്മളത് മനസ്സിലാക്കിയാൽ മതി. ഇടയ്ക്ക് കർത്താവിന്റെ മുന്നിൽ ഇരുന്ന് കൊടുത്താൽ മതി എന്താണ് ഇങ്ങോട്ട് പറയണേന്നുള്ളത് കേൾക്കാനായിട്ട്. പാവം കൊച്ചേ ഇത്തിരി ഘനഗാംഭീര്യമായ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോഴേ എന്റെ മുഖത്തോട്ട് നോക്കുന്നു അവൻ അച്ഛൻ്റെ ഇതൊക്കെ കേട്ടിട്ട് നിനക്ക് അച്ഛൻ തന്നെയാണോ എന്നൊക്കെ ആഗ്രഹം വന്നുണ്ടോ? പിന്നെ അല്ലെ വേണ്ടെന്ന് വിചാരിക്കോ നീ? ഇല്ലല്ലേ? ഇല്ല നമുക്ക് അതിനുള്ള വയസ്സും പ്രായമൊന്നും ആയിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കാനായിട്ട്. എന്തായാലും ഇന്നത്തെ ചെറുപ്പക്കാർക്കും അതുപോലെ തന്നെ ഇപ്പം ഇതുപോലെയുള്ള ദൈവവിളി കിട്ടാനായിട്ട് പലരും നമ്മുടെ ചെറിയ പിള്ളേരുണ്ടല്ലോ, അവരൊക്കെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു വൈദ്യനാകാൻ പോകുന്ന അല്ലെങ്കിൽ സന്യാസിനിയാവാൻ പോകുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അയ്യോ ഞങ്ങളില്ല, കാരണം അവരിവിടെ എന്തോ ഇങ്ങനെ
ഒതുങ്ങി ജീവിക്കുകയാണെന്നുള്ളൊരു മനോഭാവമുണ്ട്. പക്ഷെ നിങ്ങളെ പോലെയുള്ള വൈദികര് ആ ധാരണകളൊക്കെ മാറ്റാണ്. നമ്മൾ ഒരിക്കലും വൈദികരോ സന്യസ്തരോ ഇങ്ങനെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്നവരല്ല. അവരുടെ കഴിവുകളും മറ്റും പുറത്തെടുക്കാനും അതുവഴി ദൈവത്തെ സ്തുതിക്കാനും ഉള്ള അവസരം ഉണ്ടെന്നുള്ളത് കാണിച്ചു കൊടുക്കാണ്. ഒരുപാട് സന്തോഷം അച്ഛാ. അത് കാണുമ്പോ ഭയങ്കര സന്തോഷാണ്. വിശ്വാസം എന്തെല്ലാം രീതിയിൽ നമുക്ക് പ്രഘോഷിക്കാം. പിന്നെ ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്തതിനു ശേഷം കുറെ പേരൊക്കെ വന്ന് ചോദിക്കും കേട്ടോ, അച്ഛാ ഈ സഭയിൽ ചേരാൻ എന്താ ചെയ്യണ്ടേ, എങ്ങനെ ചെയ്യണ്ടേ, അങ്ങനെയൊക്കെ വന്ന് ചോദിക്കും. പണ്ടൊക്കെ നമ്മൾ അങ്ങോട്ടൊക്കെ പോയി എല്ലാവരെയും പോയി എടാ സഭയിൽ വായോ, ഇത് 10ാം ക്ലാസ് അങ്ങനെയൊക്കെ പോയി ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യാറുണ്ട്. പക്ഷെ എങ്കിലും ഇപ്പൊ ഇങ്ങോട്ട് കുറെ മെസ്സേജ് വരും, അച്ഛൻ സഭയിൽ ചേരാൻ ആഗ്രഹമുണ്ട്, അച്ഛനാവാൻ താല്പര്യമുണ്ട്, എന്താ ചെയ്യണ്ടേ, എനിക്ക് ഇത്ര വയസ്സായി, ഇത്രയാണ് പഠിച്ചേക്കണേ എന്നൊക്കെ ചോദിക്കണവരുണ്ട്. അതൊക്കെ ഈ വീഡിയോ കാണുന്നതിന്റെയും ഇതിന്റെയും ഇതാണ്. അതൊരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. നമ്മൾ ഇതിനകത്ത് മോശം കാര്യങ്ങൾ മാത്രമല്ല, നമുക്ക് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരുപാട് സന്തോഷം അച്ഛാ. ഞങ്ങൾക്ക് ഈ ഒരു പുതുവർഷത്തില് ഇത്രയും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് സമൂഹത്തിന് മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന ഇവിടെ പ്രിയപ്പെട്ട മാർട്ടിനച്ഛന്റെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട ജിവലിന്റെയും കൂടെ ആയിരിക്കാനായിട്ട് സാധിച്ചില്ല. ഞങ്ങൾക്ക് ഈ ഒരു സമയം തന്നതിൽ ഒത്തിരി നന്ദി. അയ്യോ അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് അങ്ങനെ വലിയ പണിയൊന്നും ഇല്ലല്ലോ. ഫ്രീ ആണ്, ഇത്ര വലിയ പണിയൊന്നുമില്ല. അല്ല ഇത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം, അതല്ല ഇതിന്റെ പണി. അതുള്ളൂ, അങ്ങനെ വലിയ പരിപാടിയൊന്നും ഇല്ലെങ്കിലും ഒരുപാട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഈ ചാനലിന്റെ ഇന്റർവ്യൂ സാധനങ്ങളൊക്കെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം വളരെ മനോഹരമാണ്. കുറെ ഇന്റർവ്യൂ കാണുമ്പോഴേ നമുക്ക് ഒരു അറിവിനന്ന് കിട്ടിയിട്ടുണ്ട്, ഇവരൊക്കെ ഇങ്ങനെയാണോ ഒരാളുടെ ലൈഫിനൊക്കെ മനസ്സിലാക്കാൻ കിട്ടുന്ന ഒരു ഇതാണല്ലോ. അപ്പൊ നിങ്ങളുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും പ്രാർത്ഥനകളൊക്കെ നേരുന്നു. ഇനി ഒരുപാട് മുന്നോട്ട് പോട്ടെ. ഒരുപാട് നല്ല, ഞങ്ങളെ പോലെ അല്ല, ഒരുപാട് നല്ല വലിയ സെലിബ്രിറ്റീസിനെ വലിയ വലിയ ആൾക്കാരൊക്കെ വെച്ച് ഇന്റർവ്യൂ ഒക്കെ എടുത്ത് നിങ്ങളുടെ പരിപാടിക്ക് ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കണമല്ലോ. ഞങ്ങളെ പോലെ അച്ഛൻ. വെരി ഗുഡ്. അപ്പൊ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും ഇറ്റ്സ് മീ എലിസ വിത്ത് ദ വൺ ആൻഡ് ഓൺലി മാർട്ടിൻ പീറ്റർ ആൻഡ് ജുവൽ. താങ്ക് യു. ബൈ.